ഞാനും ഒരുപാട് രാത്രികൾ ഉറപ്പൊളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റിലേക്ക് എത്തിയത്. ഞാൻ കാണുന്നത് ഇന്നത്തെ ബുദ്ധിമുട്ട്, ഇന്നത്തെ കഷ്ടപ്പാട് അടുത്ത ഒരു വർഷം 2025 മെയ് വരുമ്പോ ഈ കാണിരിക്കുന്ന 100 വ്യക്തികളും കോടീശ്വരന്മാരായിട്ട് മാറട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. പണത്തിന് വലിയ പ്രസക്തിയുണ്ട്. When you have no money, people say, who are you? നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ആരാ? പലരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും. But when you have money in your pocket, people say, how are you? പണമില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ആര്? നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്ത്? നിനക്ക് സുഖമാണോ? പണമില്ലാത്ത നമ്മളുടെ അടുത്ത് എത്ര വ്യക്തികളെ സുഖമാണെന്ന് ചോദിക്കാറുണ്ട്. പണം ഇല്ലെങ്കിൽ ആ ശങ്കരേട്ടൻ, പണം ഉണ്ടെങ്കിൽ ശങ്കർജി. മറ്റൊന്നുണ്ടോ? ആ പണം ഉണ്ടാക്കാൻ കെയ്ലോൺ കമ്പനിയിലൂടെ എല്ലാ വ്യക്തികൾക്കും സാധിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന 100 പേര് ഈ കമ്പനി വളരുന്ന സമയത്ത്, 11ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം കാറിൽ വന്നുകൊണ്ട് ഇതുപോലെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ മകൾ വീട്ടിലെത്തിയ ഞാൻ ആദ്യമായിട്ട് കെയ്ലോൺ കമ്പനിയിൽ വന്ന സമയത്താണ്. ഞാൻ ഈ ഹോട്ടലിൽ വന്നപ്പോ എന്റെ കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി പറഞ്ഞ അവിടെ നിർത്ത്. ഞാൻ ചോദിച്ചു, ചെക്ക് ചെയ്യണം, ബോംബുണ്ടോ നോക്കാനാണ്. ഇന്ന് കാറായിട്ട് വന്നവരെ പറഞ്ഞ ചെക്ക് ചെയ്തില്ലേ? ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുന്ന സമയത്ത് ചോദിച്ചു, നിക്ക് എന്തേ? വീണ്ടും ചെക്ക് ചെയ്യണം, തോക്കുണ്ടോ നോക്കാനാണ്. നിങ്ങൾ ആരെങ്കിലും ഇത്രയും വലിയൊരു ഹോട്ടലില് പ്രോഗ്രാം ചെക്കിങ് കഴിഞ്ഞ് അറ്റൻഡ് ചെയ്ത് എത്ര പേരുണ്ട്? ഉണ്ടോ? ഈ ഇരിക്കുന്ന സീറ്റിന് വിലയുണ്ട്. ഇത്രയും വലിയ ഹോട്ടലില് അറിയാറായ സ്റ്റാറായ വ്യക്തികളാണ് നമ്മൾ പലരും. സീനിയർമാർ പറഞ്ഞിട്ടാണ് ആരായത് സ്റ്റാറായത്. ഞാൻ അറിയാം ആയി, കാരണം ബീവി നോക്കാൻ അറിയില്ല. ഇപ്പോൾ അറിയുന്ന ഞാൻ വിശ്വസിക്കുന്നൊന്നും ഇവിടെ ഇരിക്കുന്നവര്. എന്നിട്ട് പോലും ആ കസാരയിൽ നിങ്ങൾ ഇരുന്നു അല്ലെ? ഈ ഹോട്ടലില് ഫിലിം സ്റ്റാറുകൾ ഇരിക്കുന്ന ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഇരിക്കുന്ന ഹോട്ടലാണ്. ഇന്ത്യൻ ടീമിന്റെ 142 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രിക്കറ്റ് പ്ലെയേഴ്സ് താമസിക്കുന്ന ഹോട്ടലാണ് JJ Marriott. ആ ഹോട്ടലിലാണ് കെയ്ലോണിന്റെ ഒരു സ്റ്റാർ ഇരിക്കുന്നത്. പ്രാധാന്യം ഉണ്ടോ ഇല്ലേ? ആ ചങ്കൂറ്റ കാണിക്കട്ടെ, ആ തയ്യാറ കാണിക്കട്ടെ. Leadership is an action, not a position. Leadership action ആണ്. അതുകൊണ്ട് എന്ത് വേണം? കെയ്ലോൺ കമ്പനി ഇന്നലെ വരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. ദുനിയ ചുക്താ ഹേ, ചുക്കനെ വാല ചാക്കിയേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിരിയണം, എനിക്ക് മനസ്സിലായി. ലോകം തല കുനിക്കാൻ തയ്യാറാണ്. തല കുനിപ്പിക്കാൻ നിങ്ങളുണ്ടോ? വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരുടെ മുന്നിൽ ഈ ലോകം തല കുനിച്ചു. ബൾബ് കണ്ടുപിടിച്ച തോമസ് അൽവാ എഡിസന്റെ മുന്നിൽ ഈ ലോകം തല കുനിച്ചു. നാളെ കിഡ്നി പേഷ്യൻസിനെ, ഡയാലിസിസ് പേഷ്യന്റിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹം നമ്മുടെ മുന്നിൽ തല കുനിക്കുന്ന ഒരു ദിവസം വരും. ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നവരുണ്ടാവും, ഒരുപാട് പേര് കളിയാക്കുന്നവരുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരാളൊരു പോസ്റ്റ് ഇട്ടു, ഞാൻ റോൾസ് റോയ്സ് കാറ് മേടിക്കും എന്നൊരു പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ അടിയിൽ കുരുത്തക്കെട്ട ഒരുത്തൻ എഴുതിയിരിക്കുകയാണ്, റോൾസ് റോയ്സിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ആ തെണ്ടിനെ കൊല്ലണ്ടേ അല്ലേ? പള്ളിയിലെ അമ്പലങ്ങളിൽ 10,000 ബൾബിട്ടുണ്ടാവും. ഈ കുരുത്തക്കെട്ട നോക്കിയിട്ട് പറയാണ്, അതിൽ ഒരു ബൾബ് കത്തണില്ല കേട്ടാ, 10,000 ബൾബ് കത്തുന്നു. ഇങ്ങനെയുള്ള ചില വ്യക്തികള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. വഴിമുടക്കികൾ. ഈ പോസ്റ്റിന്റെ താഴെ ആ വ്യക്തിയുടെ മുന്നിൽ പറഞ്ഞത് സ്പെല്ലിംഗ് തെറ്റിയോട് അയാൾ മറുപടി ഇട്ടു, നീ സ്പെല്ലിംഗ് നോക്കിയിരുന്നോ, ഞാൻ കാറ് മേടിച്ചിട്ട് വരാം.
നിന്റെ ജീവിതം സ്പെൻഡിങ് നോക്കി അവസാനിക്കുന്നു. നീ പണ്ടാറങ്ങി പോകുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഉറച്ച വിശ്വാസമായിട്ട് അറിയില്ല. ഹെയ്ലോ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പ്രത്യേകത? ഡേവിഡ് സാറിന്റെ ഗ്ലാമറാണോ? അല്ല, സാർ എന്നും ഗ്ലാമർ തന്നെയാണ്, എന്നും ഗ്ലാമറായിട്ട് ഇരിക്കുന്നത്. ഡേവിഡ് സാറിന്റെ ഗ്ലാമർ അല്ല, ഹെയ്ലോ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട്. പ്രൊഡക്റ്റാണ് സംസാരിക്കുന്നത്. ശത്രുക്കളായ കമ്പനികൾ പോലും അധികം പറയുന്ന കമ്പനി ഹെയ്ലോ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ മുന്നിൽ അവർക്ക് പറയാനില്ല. കേരളത്തിലെ ഏത് കമ്പനി എടുത്തോ അവരുടെ ലീഡർ ഞാൻ സംസാരിക്കാം. ഒറ്റ കാര്യത്തിൽ കീഴടങ്ങും. ഹെയ്ലോയുടെ മുട്ടണ്ട, ഹെയ്ലോയുടെ പ്രൊഡക്റ്റ് റിസൾട്ടാ. ഒരുപാട് വ്യക്തികൾക്ക് ജീവിതം കൊടുത്ത, ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്ത ഹെയ്ലോ കമ്പനിയുടെ അവിടെയാണ് ആ വിശ്വാസം നമുക്ക് വേണ്ടത്. ഹെയ്ലോ കമ്പനിയുടെ പ്രൊഡക്റ്റ് റിസൾട്ടാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഒരിക്കലും കമ്പൽസറി റീപർച്ചേസ് ഇല്ല. മറ്റു കമ്പനികളെ പോലെ വീടിന്റെ കട്ടിലിന്റെ ചോട്ടില് അലമാരിയിൽ നിന്ന് പ്രൊഡക്റ്റ് വെച്ചില്ല. ഈ ഹാളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് 4 ഐസ്ക്രീം അത്യാവശ്യമുണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോകാൻ തരണം. ഇല്ല, എഴുതാത്തുണ്ടെങ്കിൽ 4 വേണം. ഒരിക്കലും ഒരാളുടെ വീട്ടിലും പ്രൊഡക്റ്റുകൾ ഇരിക്കുന്നില്ല. ആ കമ്പനിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒറ്റ വർഷം കൊണ്ട് 1 കോടി നേടാവുന്ന ഈ കമ്പനിയിൽ ഞാൻ പറയുന്നു, ഇതുവരെ ടീമില്ലെങ്കിൽ ഇന്ന് തുടങ്ങണം. ചാരത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക്. പ്രശ്നങ്ങളില്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികൾ പറയും, ഇങ്ങനെക്ക് ബസ് കിട്ടാവോ, ഇങ്ങനെക്ക് മറ്റേ വിമാനം കിട്ടാവോ, ട്രെയിൻ കിട്ടാവോ. എന്റെ പൊന്നു സുഹൃത്തെ, ഒരു ദിവസം ചോദിക്കുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇത്ര നാൾ വർക്കൗട്ട്സ് വർക്ക് ചെയ്തേ, ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നൂടെ? പ്രശ്നമില്ലാത്തവരാരാ? ഒരു പ്രശ്നമില്ലാത്ത സ്ഥലം കേട്ടോ ആരെങ്കിലും പറയാം, ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രശ്നമില്ല, പരാതിയില്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട് സിമിത്തേരിയിൽ. അവിടെ ആരും പ്രശ്നത്തിനില്ല, ആരും പരാതി കേൾക്കുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല, പേടിക്കണ്ട. പരുന്ത് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. പരുന്ത് പഠിപ്പിക്കുന്ന പാഠം കഴിഞ്ഞിട്ടില്ല രാമ, എന്റെ സമയം വരാൻ പോകുന്നു. ഹെയ്ലോന്റെ സമയം വരാൻ പോകുന്നു. 10 വർഷം ഒരു ട്രെയിനിങ് പീരീഡ് ആണെങ്കിൽ ഇനി ഏറ്റവും ഹൈ ലെവലിലേക്ക് ഈ കമ്പനി പോകാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു വിമാനം ആദ്യമായി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന സമയത്ത് പ്രീ ടേക്ക് ഓഫ് സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജിൽ പ്രീ ടേക്ക് ഓഫ്, വിമാനം ഗ്രൗണ്ടിൽ ചുറ്റുന്ന സമയം. അടുത്ത സ്റ്റേജിന്റെ ടേക്ക് ഓഫ് സ്റ്റേജ്, വിമാനം സ്പീഡിൽ കറങ്ങുന്ന ഒരു സമയമുണ്ട്. വിമാനം ഉയരത്തിലേക്ക് പോകാൻ സ്പീഡിൽ കറങ്ങുന്ന രണ്ടാമത്തെ ഒരു സ്റ്റേജാണ് ടേക്ക് ഓഫ് സ്റ്റേജ്. അടുത്ത സ്റ്റേജാണ് ഡ്രൈവ് ടു മെച്യൂരിറ്റി. ഏറ്റവും കൂടുതൽ ഇന്ധനം കത്തുന്ന ഒരു സമയം, അതാണ് ഡ്രൈവ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഹെയ്ലോ കമ്പനിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, പ്രീ ടേക്ക് ഓഫ് കഴിഞ്ഞു, ടേക്ക് ഓഫ് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന ഉയരങ്ങളിലേക്ക് പറക്കുന്ന സമയമാണ്. ആ കമ്പനിയുടെ ലീഡേഴ്സ് ആണ് ഇവിടെ മുന്നിരിക്കുന്നത്. മാറ്റുണ്ടാക്കേണ്ടത് നമ്മളാണ് സീരിയസ് അല്ല, കമ്പനിയല്ല. പൂവിന് വേണ്ടത് മാർദ്ദവമല്ല, പൂവിന് വേണ്ടത് നറുകണല്ല, പൂവിന് വേണ്ടത് നറുമണമല്ല, പൂവിന് വേണ്ടത് പൂമ്പൊടി മാത്രം. ടീം ഉണ്ടാക്കണം. അണികളുള്ളവരെ നേതാവുള്ളൂ, അണികളില്ലാത്ത നേതാവില്ല. അണികൾ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കണം. കിളിയെ നാദം കൊണ്ട് തിരിച്ചറിയാം, മനുഷ്യനെ സംസാരം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഈ മാസം ഇതുവരെ പോയ ദിവസം പോട്ടെ, നാളെ മുതൽ ഫീൽഡിൽ ഇറങ്ങുന്നത് സാധിച്ചാൽ ഏറ്റവും നല്ല ടീം ഉണ്ടാക്കാൻ, ഏറ്റവും നല്ല സ്റ്റാർ ആവാൻ, 4 സ്റ്റാർ ആവാൻ, 5 സ്റ്റാർ ആവാൻ ഞങ്ങൾ വെച്ച പോലെ അംബാസിഡർമാരായി അടുത്ത 1 വർഷം കഴിയുമ്പോൾ 1 കോടി നേടുന്ന വ്യക്തികളായിട്ട് മാറണം. എന്തുവാണ്? ട്രെയിനിങ് ക്ലാസ്സുകൾ വിജയിക്കണം. ട്രെയിനിങ് ആണ് നമ്മുടെ പവർ. ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നായുള്ളപ്പോ കല്ലില്ല, നായകരുടെ കല്ലില്ല, കല്ലുള്ളപ്പോ നായില്ല. ഇത് രണ്ടിലുള്ളപ്പോ ഞാനില്ല. ഇതാണ് അവസ്ഥ. എനിക്ക് തമിഴ് അറിഞ്ഞിട്ടല്ല ഞാൻ തമിഴ്നാട്ടിൽ പോയത്. ഞാനിന്ന് തമിഴ് പഠിച്ചുകൊണ്ടിരിക്കുക.
നമ്മുടെ എംപിക്ക് ഡേവിഡ് സാറിന് ഒരു മികപ്പടിയ പാരാട്ടുകൊണ്ട് നന്നായി കൈയടിക്കാൻ പറഞ്ഞ ഞാൻ ഒരു വാക്ക് പഠിച്ചു. അത് കഴിഞ്ഞൂടെ ഞാൻ കഴിഞ്ഞ BOP ചെന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ BOPക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. ബൈക്കിന്റെ രണ്ടുപേരും വന്ന് ചോദിച്ചു, സർ കേരള ഡോക്ടർ ഞാന്. ഞാൻ പറഞ്ഞു ഞാനല്ല. അവിടെ സഭാഷ സാർ ഇരിക്കും, അന്താണ് കേരള ഡോക്ടർ. സഭാഷ സാർ അടുത്തേക്ക് സ്കാനിങ് കൊണ്ട് ചെല്ലുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെല്ലുന്നു, എന്നിട്ട് കൈ കൊടുക്കുന്നു. സർ ഷുഗർ കുറഞ്ഞു, സർ കിഡ്നി പേഷ്യൻസിന്റെ ക്രിയാറ്റിൻ സർ കുറഞ്ഞു, സർ ഡയാലിസിസ് പേഷ്യന്റ് ഡോക്ടർ പറഞ്ഞു ഇനി ഡയാലിസിസിന് പോകണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഡോക്ടർ അല്ലേ, കേരള ഡോക്ടർ വിശേഷിപ്പിക്കുന്ന സെബാസ്റ്റ്യൻ, ആ ടീമിലേക്ക് നാരായണൻ, സിന്ധു മുരളി, ഷാനവാസ്, സോജൻ, ഓഷാനിക്കിന്റെ ചങ്കൂറ്റുള്ള ജ്വലിക്കുന്ന കുതിരകളാണ്. ഉറങ്ങുന്ന പശുക്കളെയല്ല, ഗുണം പഠിച്ചു പായുന്ന കുതിരകളാണ് വേണ്ടത്. ആ കുതിരച്ചു പായുന്ന കുതിരകളായിട്ട് മാറണം. മാളിക മുറിയിലേക്ക് ആക്കാം, ഗരുഡനാവില്ല. ഫീൽഡിൽ ഇറങ്ങാതെ നിങ്ങൾ ടീം വരില്ല. നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങണം. ആ ഫീൽഡ് ഇറങ്ങിക്കൊണ്ട് ഏറ്റവും മനോഹരമായ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. നന്മ നിറഞ്ഞ പുണ്യം നിറഞ്ഞൊരു ജോലിയാണ് ചെയ്യുന്നത്. ഭഗവാൻ എടുക്കാൻ തീരുമാനിച്ചാൽ വയറ് പിളർന്നെടുക്കുന്നവരുണ്ട്. ഭഗവാൻ തരാൻ തീരുമാനിച്ചാൽ മേൽക്കൂര പിളർന്നു വരും. മേൽക്കൂര പിളർന്ന് പൈസ ചെയ്യുന്ന മാസങ്ങളാണ് ശരിയിലോട്ട് ലീഡർമാർക്ക് വരാൻ പോകുന്നത്. ആ ലീഡേഴ്സായ നിങ്ങൾ തോറ്റു കൊടുക്കരുത്. വൺ ഓഫ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ മെസ്സേജ് എന്താണ്? നിങ്ങൾ തോറ്റു കൊടുക്കരുത്, നിങ്ങൾ മുട്ടുമടക്കരുത്. ദൈവം കൂടിയുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ അംബാസിഡറായി നിങ്ങൾ മാറും. നിങ്ങൾ അംബാസിഡറായി നിങ്ങൾ ഇറങ്ങി തിരിക്കണം. കല്യാണം മാറ്റിവെക്കാം, കാർ റൈറ്റ് മാറ്റിവെക്കാം, വീട് പണി മാറ്റിവെക്കാം, ക്യാൻസർ മാറ്റിവെക്കാൻ പറ്റും, ഹാർട്ട് അറ്റാക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? കുറഞ്ഞ വീട് മരണം മാറ്റിവെക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിക്കാം. ഇന്നത്തെ കാലഘട്ടത്തില് ഈ അന്തരീക്ഷം കുറച്ച് ചൂടായ സമയത്ത് കുഴഞ്ഞു വീട് മരിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരെ സഹായിക്കാൻ പറ്റിയ ദുഃഖമില്ല. അവർക്ക് എങ്ങനെ കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, 360 കൊടുക്കാൻ സാധിച്ചെങ്കിൽ, ആയുഷ് കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവരിവിടെ ജീവിച്ചിരുന്നത്. നന്മ നിറഞ്ഞ പുണ്യ നിറഞ്ഞ ജോലി ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് സാധിക്കണം. അംഗത്തട്ടിൽ അംഗച്ചാകവരെ കച്ച മുറുക്കി ഇറങ്ങിയിട്ട് ബീഡി വെച്ച് നിൽക്കരുത്, ബീഡി വെച്ചിരിക്കരുത്. ആ നേരത്തെ അംഗത്തട്ടിൽ അംഗച്ചാകവരെ അംഗത്തിൽ അംഗം മുറുക്കിയിട്ട് പറയാണ് ഞാൻ മൂത്രം ഒഴിച്ചിട്ട് വരാം ചെയ്യരുത്. എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം? ഒളിമ്പിക്സ് താരങ്ങൾ ഗ്രൗണ്ടിൽ ഇന്ത്യൻ ദേശീയ പതാക പിടിച്ചുകൊണ്ട് എടുക്കുന്ന പ്രതീക്ഷയുണ്ട്. ആദ്യ പിതാക്കൾ രക്തം ചിന്തി കൊളുത്തി വെച്ച ദീപശിഖ തലമുറ തലമുറ കൈമാറി കലാതരങ്ങൾ സൂക്ഷിക്കും. ആദ്യമായിരുന്നു പയ്യോളിക്കടപ്പുറത്തെ കല്ലിനും മുള്ളിനും ഓടി നടന്ന PT ഉഷ എങ്ങനെ സ്പ്രിന്റ് റാലിയായി ഹാർഡ് വർക്ക്. പള്ളിയിലെ കപ്പ്യാന്റെ മകനായ യേശുദാസ് എങ്ങനെ ഗന്ധർവനായി പ്രാക്ടീസ്. ഡോക്ടർമാർ എഴുതി തള്ളിയ മെസ്സി ലോകകപ്പിന്റെ സ്വർണ്ണ കിരീടം നേടി പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് ഷെയ്നോടിന്റെ എല്ലാ ലീഡർമാരും ചേർന്ന് 2024 2025 വർഷം നമ്മുടെ വർഷത്തെ എല്ലാവർക്കും ഷെയ്നോടിന്റെ കോടീശ്വരൻ അവസാനിപ്പിക്കുന്ന നല്ലൊരു ധൈര്യം കൊടുത്താൽ എല്ലാവരും ഒരു എക്സലന്റ് മോട്ടിവേഷൻ.